അല്ലപ്പോൾ നമ്മളെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഭ്രാന്തായി പോയി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ കൊല്ലലും തുടങ്ങിയ ഈറ്റങ്ങളെ കൊണ്ട് പിന്നെ ശല്യമായല്ലോ ഭഗവാനെ. ഈ അമ്മായിയമ്മ മരുമകൾ പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ഒരു അലങ്കാരമാണ്. വേറെ ഏതൊരു സ്ഥലത്തും ഇല്ല ഇങ്ങനെ ഒരു പോര്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മരുമക്കളോട് പോര് പിടിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ഇനി എത്രത്തോളം പറഞ്ഞാലും, അതായത് എൻ്റെ മകളെ പോലെയാണ് ഞാൻ നോക്കുന്നത്, എൻ്റെ സ്വന്തം മോളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തേക്കി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മോളല്ലല്ലോ, വേറെ ഏതോ വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ മോൻ്റെ പൈസ വെച്ചും തിന്ന് മുടിക്കാനായിട്ട് ഇവളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ഒരു വിചാരം നല്ല രീതിയിൽ വരും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നടന്ന സംഭവം എന്താണെന്നറിയാം. ഒരു ചായ ചോദിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഒരു ചായ ചോദിച്ചു കൊടുക്കാതെ ഇനിങ്ങനെ വെട്ടിക്കൊല്ലണോ, പോയിട്ടൊരു ചായ ഉണ്ടാക്കി കുടിച്ചൂടെ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയൽവാസികളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മരുമകൾ ഭയങ്കരാണ്. അതായത് ആ തള്ളക്കൊരു ചായ പോലും കൊടുക്കത്തില്ല. അവളേതാളെന്നറിയാം. ഒരു ചായ വെക്കാൻ പോയി കഴിഞ്ഞാൽ ആ തള്ളയെ ഓടിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അയൽവാസികളെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ഈ അമ്മായിയമ്മ മരുമകൾ പോരുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിൽ തന്നെയാണ്, വേറെ ഒരു സ്ഥലത്തും നടക്കുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ, അതായത് തമിഴ്നാട്ടിലും കർണാടകയിലും അങ്ങനെയൊക്കെ ചെറിയ തോതിൽ നടക്കുന്നതല്ലാതെ കേരളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാരകമായ ഒരു വേർഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോൾ ഈ അമ്മായിയമ്മമാരും മരുമക്കൾ എന്ന് പറഞ്ഞാൽ പ്രതിസ്ഥാനത്തും പിന്നെ എന്താണ് ഇപ്പുറത്തും അപ്പുറത്തും തന്നെയാണ്. ഏതായാലും ഈ അമ്മായിയമ്മയെ ഇപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാം. പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഈ അമ്മായിയമ്മമാരോ അമ്മായിയച്ഛന്മാരോ വേണ്ട. അതായത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇതാണ് വേണ്ടത്. അതായത് അവിടെ അച്ഛൻ പാടില്ല, അമ്മ പാടില്ല, വേറെ ആരും പാടില്ല, വേറെ ഒരു മനുഷ്യന്മാർ പോലും പാടില്ല. അവർക്കൊക്കെ വേണ്ടത് എന്താണെന്നറിയാം. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബം, അതായത് ഞാനും എൻ്റെ ഭർത്താവും കുട്ടികളും മാത്രം, വേറൊരു കുഞ്ഞും പാടില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ വലിയ സന്തോഷം. എല്ലാവരും കൊടുക്കുന്ന ക്ലാസ്സും അത് തന്നെയാണ്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് അതിൻ്റെ അമ്മ പറയുന്നത് എന്താണെന്നറിയാം, മോളെ ഒരു കാരണവശാലും നീ അമ്മായിയമ്മയിലെ വീട്ടിൽ പോലെ ഇല്ല അമ്മായിയച്ഛനിലെ വീട്ടിൽ പോലെ സ്വൈര്യം തരൂല നിനക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ലാത്ത ഒരുത്തനെ കല്യാണം കഴിച്ചോട്ടാ എന്താണ് ചില ആൾക്കാർ പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് എന്താ, അയ്യോ നീ എത്രയും പെട്ടെന്നൊന്ന് മാറണേ, അവിടെ പോയി കഴിഞ്ഞ പാടനെ നീ ആ തള്ളിയോടായിട്ട് ഒക്കത്തില്ല, ആ തള്ളിയായിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീ മാറിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഉപദേശം കൊടുക്കുന്ന ആളുണ്ട്. അങ്ങനെ ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മായി അമ്മയില്ലാത്ത വീട്ടിലേക്കാണ് എല്ലാവരും അയക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. ചില ആൾക്കാർക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അനുഭവിച്ചത് ഇനിയിപ്പോൾ എൻ്റെ മകളും പോയിട്ട് അനുഭവിക്കേണ്ട. കാരണം ഇപ്പോഴുള്ള ഈ ജനറേഷൻ, ഇനിയിപ്പോൾ കഴിഞ്ഞ ജനറേഷൻ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ അമ്മായിയമ്മ പോരായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെയുള്ള ടീമുകൾ അനുഭവിച്ചത് എൻ്റെ മകൾ ഒരു കാരണവശാലും അനുഭവിക്കാൻ പാടില്ല, അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കണം, അവളെങ്കിലും ഈ എന്നവളുടെ ഒരു ഇതായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഇങ്ങനെ തള്ളമാറോ അല്ലെ തന്തമാറോ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് വിടുന്നത്. ഇനിയിപ്പോഴും ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ എൻ്റെ സ്വന്തം മോളാണ്, സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരുണ്ട്. അഭിനയാണോ? അതായത് ആവില്ല. നമ്മുടെ കേരളത്തിൽ ഇനി എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും മലയാളികൾക്ക് സ്വന്തം മകളും അമ്മായിയമ്മയും വേറെ തന്നെയാണ്. അതായത് മക്കളോട്, ആ മകനോട് ഉള്ള ഒരു സ്നേഹത്തിൻ്റെ തരുമ്പോൾ എൻ്റെ ഭാര്യയോട് കാണിക്കൂല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയെന്ന് പറഞ്ഞാൽ അത് അഭിനയമാണ്. അവരുടെ ആ ഒരു എന്താ പറയുക, അണ്ടിയോടടുക്കം പറയാം മാങ്ങയുടെ പുളിപ്പ് എന്ന് പറയുന്നില്ലേ, അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം മനസ്സിലാകും. അപ്പോഴും പറയും എല്ലാവരും അങ്ങനെയല്ലടോ, ഞാൻ അങ്ങനെയല്ല, ഞാൻ മാറ്റക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കടുകമണിയോളം ആ ഒരു ചിന്ത ഉണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകും. അതായത് താനിപ്പോഴും അമ്മായിയമ്മേൻ്റെ പോരിലാണ് ജീവിക്കുന്നതെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു അമ്മായി അമ്മ ആയിക്കഴിഞ്ഞാൽ അവരും അതേ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഇവിടുന്ന് അമ്മായി അമ്മയുടെ ആട്ടും തൊപ്പും സകലതും കണ്ടിട്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ, അവരുടെ മക്കളെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അതേ സ്വഭാവം തന്നെ കാണിക്കുന്ന അമ്മമാരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കാരണം അവർക്ക് വേണ്ടത് ഈ സ്വർണങ്ങളും പണങ്ങളും സ്റ്റാറ്റസ് ഇതൊക്കെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ടല്ലേ ഒരു ചായ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മരുമകൾക്കിട്ട് അപ്പോൾ തന്നെ കത്തിയെടുത്ത് കൊടുക്കണമെങ്കിൽ ആ തള്ളയുടെ ദേഷ്യം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ തള്ളയുടെ ദേഷ്യം എന്തായിരിക്കും? അവരുടെ അടുത്ത് എങ്ങനെയായിരിക്കും ആ സ്ത്രീ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം. ഈ അമ്മ, അച്ഛൻ, മക്കള്, മകൻ്റെ ഭാര്യ, അല്ലെങ്കിൽ മകൻ്റെ അല്ലെങ്കിൽ മകൻ്റെ കുട്ടികൾ ഞങ്ങളെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് വിട്ടുകളയണം.
പണ്ടേ സുകുമാരൻ ഇത് പറഞ്ഞിട്ടുണ്ട് മല്ലികയോട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ഒരു നിമിഷം പോലും ഇവരെ കൂടെ താമസിപ്പിക്കരുത്, ഇവർ വേറെ വീടെടുത്ത് ഇവർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കണം ഇനി വരേണ്ടത്. ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ മക്കളെ കൂടെ താമസിപ്പിക്കരുത്. അതായത് അവർ കല്യാണം കഴിച്ച് അവരുടെ ഇഷ്ടത്തിന് പോയിക്കോളൂ എന്ന് പറയും, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാ ഒരു സമാധാനക്കേട്. നിങ്ങൾക്കിനി വരണമെങ്കിൽ നിങ്ങളൊരു ഞായറാഴ്ച രാവിലെ വാ, അമ്മയോടും അച്ഛൻ്റെയും കൂടെ കമ്പനി അടിക്ക്, അവിടെ കൂട്, അതാ വേണ്ടത്. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും എന്ന് പറഞ്ഞ സമാധാനം കിട്ടത്തില്ല. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഇന്ന് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നെട്ടോട്ട് ഓടുന്നൊരു കാലമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മതി ജീവിക്കാൻ, ഇന്ന് എന്തെങ്കിലും പോരാ. ഇന്ന് നല്ല ചിക്കിളി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഒരു ഷോയിലെങ്ങാറ്റം പറയുന്ന കേട്ടു, 30,000 ഉറുപ്പ്യ കൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജോലി രാജിവെക്കുന്നു. ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇവിടെ 10,000-നും ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ 20,000-നും ജീവിക്കുന്ന ആൾക്കാരുണ്ട്, 50,000-നും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും ഒരു ജീവിതമല്ല നമ്മൾ പറയുന്ന പോലെ. അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നമ്മളിപ്പോഴും ഒരു 10,000 ഉറുപ്പ്യക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കേടാന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കണം, അതിൽ കൂടുതൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണം, അതാ വേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിട്ട് നിങ്ങൾ ഉദാഹരണം ഞാൻ പറയാട്ടാ. ഇതിനിടയ്ക്ക് പത്രത്തിൽ നമ്മുടെ ഇവിടെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശുപത്രി, ആ ആശുപത്രിയിൽ അറ്റൻഡറി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ശരി, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലേ അങ്ങ് വിളിച്ചേക്കാന്ന് വിചാരിച്ച് ഞാനങ്ങ് വിളിച്ച്, ഹലോ ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്കെത്ര സാലറി തരും, എത്ര വയസ്സുണ്ട്? ഒരു 28 വയസ്സ് കഷ്ടി ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞ്. എന്നാൽ പിന്നെ നിങ്ങൾക്കൊരു 10,000 ഉറുപ്പ്യ സാലറി കിട്ടുമെന്ന് പറഞ്ഞു. അതായത് 9 മണിക്കൂറെങ്ങാനും പണിയെടുത്ത് 10,000 രൂപ എങ്ങനെ ജീവിക്കാനാണ്? നിങ്ങളൊന്ന് പറ. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പിടിച്ചു പറയുകയാണ്, എന്നിട്ട് കൊടുക്കുന്ന സാലറി ഇത്രയാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബലിയോ ഒരു നിലയോ ഒരു ബലിയില്ല. ചില വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റയ്ക്ക് 25,000 ഉറുപ്പ്യാണ്. ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് 10,000 ഉറുപ്പ്യ. അതാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മായി അമ്മമാരായാലും അതുപോലെ അമ്മായി അച്ഛന്മാരായാലും ഇവരെല്ലാം കൂടി ഉണ്ടെങ്കിൽ നമുക്കെന്തോ അങ്ങ് ജോലി എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കെന്തോ പുതിയ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്താഗതിക്കാരായ ഒരുപാട് മരുമക്കളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ എല്ലാം കൊള്ളയടിച്ച് തിന്നുകയാണ് ഇവളും ഇവളുടെ വീട്ടുകാരും എന്ന് വിചാരിക്കുന്ന കുറേ സംഘങ്ങൾ വേറെയുണ്ട്. അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ വേറെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ എന്ത് ചെയ്യാമെന്നറിയാം, ഏറ്റവും നല്ലത് ഇതാണ്. അമ്മയും അച്ഛനെയും അവരുടെ പാട്ടിന് വിടുക, എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയാം, എവിടെയെങ്കിലും ഒരു വാടക വീട് എടുക്കുക, അവിടത്തേക്ക് താമസം മാറുക. എല്ലാവരും അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ എനിക്ക് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതായത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ദേഷ്യം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും ഒരു ഭയമില്ല. പണ്ടൊക്കെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ജയിലിൽ പോകണം, നാണക്കേടാണ് എന്നൊക്കെയല്ലേ നമുക്ക്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് എന്താണെന്നറിയില്ല, എല്ലാവർക്കും അറിയാം. ഒന്ന് വന്നാൽ ഇത്രയേ ഉള്ളൂ, ഇതിപ്പോൾ നമ്മളെങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റും. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തൂക്ക് കയറുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതാ. ഇന്ന് എല്ലാവർക്കും അറിയാം, തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല, നല്ല ഭക്ഷണമാണ്, ഏതായാലും അവിടെ തന്നെ കിടക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ ജയിലിലുള്ള സിസ്റ്റങ്ങൾ മാറ്റണം, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ മാറ്റണം. അവിടെ ജീവിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഒരു പിടി കഞ്ഞി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ടി വരും. ഇന്നലെ ഇപ്പോഴും എത്ര കൊലപാതകങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അമ്മായിയമ്മ മരുമകൾ പ്രശ്നം എവിടെയുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടപെട്ടോട്ടാ. ഇല്ലെങ്കിൽ നാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ നടക്കും പലതും. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നടക്കാം, ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ പലതും നടക്കുന്നില്ലേ. പക്ഷെ അവരൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാ സമയത്തും ഇതുപോലെയുള്ള ഭാഗ്യങ്ങൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് തന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിൽ മാറി താമസിച്ചോ. അതുപോലെ തന്നെ തന്തയോടും തള്ളയോടും പറയുന്നത് നിങ്ങളായാലും വളരെ സൂക്ഷിക്കണം. അതായത് മക്കളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പറയണതാ, നിങ്ങൾ പോയിക്കോട്ടാ, ഇങ്ങ് താമസിച്ചോ. അല്ലാതെ അവിടെ കിടന്നിട്ട് അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഒരു ചിന്തയൊന്നും വേണ്ട. ആ കുഞ്ഞുങ്ങളങ്ങ് വളർന്നോളുമായിരുന്നു. നിങ്ങളെ സേവയില്ലെങ്കിലും ആ കുഞ്ഞുങ്ങളങ്ങ് വളർന്നോളുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുടുംബം തെറ്റിപ്പിരിക്കാനോ അല്ലെങ്കിൽ തല്ലിപ്പിരിക്കാനോ സമൂഹത്തെ തെറ്റായ രീതിയിലൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നാൽ നേരായ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഒരാൾക്കും അമ്മായി അച്ഛനും ഒന്നും വേണ്ട. ഇന്ന് എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ വിലങ്ങുതടി ആയിക്കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി അവർ അതാ പറയുന്നത്. നന്ദി, നമസ്കാരം.